ഹലോ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ചൈനയിലത്തെ വിവിധതരം ഫുഡുകളെ പറ്റിയാണ്. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഈ ഫുഡാണ്. ഇത് ഞാൻ സിയാനിൽ കഴിച്ചാണ്. ഒരു ചെറിയൊരു ബുൾസൈ ഉണ്ട്, അതിനുശേഷം കുറച്ച് പച്ചക്കറികൾ, അതിൻ്റെ ഇടയിൽ കുറച്ച് റൈസ് ഉണ്ട്, പിന്നെ ഒരു സൈഡിലായിട്ട് കുറച്ച് ബീഫുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതായത് അടിയിൽ നിന്നുള്ള ചോറും ബീഫും ഈ വെജിറ്റബിളെല്ലാം മിക്സ് ആവും. ഇതാണ് ഫസ്റ്റായിട്ട് നമ്മൾ കഴിച്ചത്. രണ്ടാമതായി നമ്മൾ കഴിച്ചത് ഇത് ബീജിങ്ങിൽ നിന്ന് കഴിച്ചാണ്. ഇതൊരു മട്ടൻ്റെ ഡിഷാണ്. ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ അടിയിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്ന ഡിഷിൻ്റെ അടിയിൽ തന്നെ അവർ ഫ്ലെയിം ചെയ്തിട്ട് ഇതിൻ്റെ നെയ്യിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് കഴിക്കുന്ന ഡിഷാണ്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ കഴിച്ചാൽ എനിക്ക് ഭയങ്കര ടേസ്റ്റായി തോന്നിയ ഒരു ഫുഡാണിത്. ഇത് ബീജിങ്ങിൽ കിട്ടുന്ന ഫുഡാണ്. മെയിൻലി ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചൈനയിലത്തെ ഫുഡിൻ്റെ എല്ലാം പേര് ചൈനീസിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ഓരോ ഫുഡും ഓർഡർ ചെയ്യുന്നത് ഈ ഫുഡിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ട് മോസ്റ്റ്ലി എല്ലാ ഫുഡിൻ്റെയും പേര് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൈനയിലത്തെ പിന്നെ എല്ലാ ഫുഡിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ ചൈനയിൽ എത്രത്തോളം മീറ്റ് ഉണ്ടോ അത്രത്തോളം തന്നെ മീറ്റിൽ പച്ചക്കറികൾ ഒരു ആഡ് തരണ്ടാവും. അടുത്തായി നമ്മൾ കഴിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ മോമോസ് പോലത്തെ ഒരു ഫുഡാണ്. പക്ഷേ മോമോസ് അല്ലത്, മോമോസ് പോലെ ഇരിക്കുന്നുള്ളൂ. മോമോസ് വളരെ കനുള്ള ഫുഡായിരിക്കും. പക്ഷേ ഇതിൻ്റെ ബീഫ് ഉള്ളിൽ വെച്ചിട്ട് മോമോസ് പോലെ നമുക്ക് തരണം. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞുള്ളൊരു പേപ്പർ കണത്തിലാണ് ഈ ബീഫ് പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിയിലും ഇങ്ങനെ നമുക്ക് ഈ ആവി വന്നുകൊണ്ടിരിക്കുന്ന അടിയിൽ നിന്ന് 3 ലെയറായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിൽ ഫുഡ് നമുക്ക് ഇവർ സപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ നിന്ന് തന്നെ ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കാലത്ത് കഴിച്ചൊരു സാൻഡ്വിച്ചാണ്. ആദ്യമായിട്ടാണ് ചെയ്യുന്നത് സാൻഡ്വിച്ച് കിട്ടിയത്. പുള്ളി മുട്ടയും മൈദയും വെച്ച് അതിൽ തന്നെ ഒരു പത്തിരികളുടെ സെറ്റപ്പ് ഉണ്ടാക്കി. അതിനുശേഷം നമുക്ക് ഒരുപാട് സോസ് കാണിച്ചു തരും. ഈ സോസ് ഒഴിക്കണം, എന്തൊക്കെ ഒഴിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്ന സോസുകളെല്ലാം പുള്ളി അതിലിട്ട് ഇട്ട ശേഷം നമുക്ക് ആ ഫുഡിന് ഉള്ളിലോട്ട് ഒരു സോസേജ് പിന്നെ കുറച്ച് വെജിറ്റബിളൊക്കെ വെച്ച് റോൾ ചെയ്ത് തരാണ്. ഇതും കഴിച്ചതിൽ നല്ലൊരു ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ചൈനക്കാർ നല്ലോണം സോസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊക്കെ സോസ് കാണുന്നതിന് മുമ്പ് എനിക്ക് സോസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ചൈനയിലെ സോസ് ഉപയോഗിച്ചിരുന്നു തോന്നുന്നുണ്ട്. എന്ത് ഫുഡിലും സോസ് ഉണ്ടാവും. അതും ഒരു സോസ് എന്നല്ല, പലതരം സോസ്. ഇപ്പം തന്നെ ഉണ്ടല്ലേ, പുള്ളി ഒരു സോസേജ് വെച്ചു, അതിനോടൊപ്പം തന്നെ ഇനി ഒരുപാട് വെജിറ്റബിൾ വെക്കും. അതായത് എന്ത് മീറ്റ് വെച്ചാലും അതിനോടൊപ്പം അതിനേക്കാൾ കൂടുതൽ വെജിറ്റബിൾസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചൈനയിൽ നിന്ന് നമ്മൾ മീറ്റുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് വെജിറ്റബിൾ ഒരുപാട് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്തതായി ഒരു ഐസ്ക്രീമാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ചോങ്കിങ് എന്ന സ്ഥലത്തുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ള ഐസ്ക്രീമാണ്. ഇത് അവിടെ പോയാൽ മാത്രം നമുക്ക് ചോങ്കിങ്ങിൽ മാത്രം കിട്ടുന്ന ഐസ്ക്രീമാണ് കേട്ടോ. ഈ ഐസ്ക്രീമിന് മാത്രം സ്പെഷ്യൽ ഒരു ഷോപ്പുണ്ട്. നമുക്ക് ഈ ഐസ്ക്രീം മേടിക്കുമ്പോൾ ഒരു കപ്പ് മുകളിൽ തൂക്കിയിടുന്ന കപ്പുണ്ട്. ഈ കപ്പ് നമുക്ക് ഈ ഐസ്ക്രീമിനൊപ്പം ഫ്രീ ആയി കിട്ടും. ഓക്കെ, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐസ്ക്രീമാണ്, പക്ഷേ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ പറയുന്ന ഫ്ലേവർ ചെയ്തവർ തരും. ഇത് എരിവുള്ള ഐസ്ക്രീമുണ്ട്, മധുരമുള്ള ഐസ്ക്രീമുണ്ട്, എരിവും മധുരമുള്ള ഐസ്ക്രീമുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഐസ്ക്രീമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് രാത്രി ഫുഡ് അടിക്കാൻ പോകുന്നത് ഈ ഫുഡ് സ്ട്രീറ്റിലാണ്. അപ്പോൾ ഒരുപാട് ഫുഡുകളവിടെ വെച്ചിട്ടുണ്ട്. സീ ഫുഡാണ് എല്ലാം വെച്ചിരിക്കുന്നത്. ഇതെല്ലാം സീ ഫുഡാണ് കേട്ടോ. പാമ്പും പഴുതാരെന്നല്ല, എല്ലാം സീ ഫുഡാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സംഭവം സെലക്ട് ചെയ്യാം. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ ഫുഡിൽ ന്യൂഡിൽസ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കി തരും. അതിലും മാക്സിമം അവർ എല്ലാ തരത്തിലുള്ള ഇലകൾ, സ്പിനാച്ചിൻ്റെ ഇല, അങ്ങനെ പലതരം ഇലകൾ അതിൽ മിക്സ് ചെയ്യും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ന്യൂഡിൽസ് വിത്ത് ഒരു സൂപ്പ് പോലെയാണ് ഇത് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇത് ചൈനീസ് സിൽക്ക് എന്ന് പറയും. ഈ ഫുഡിന് സിൽക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. ചൈനീസ് സിൽക്ക് വിത്ത് പെപ്പറോണി ഫ്ലെയിംസ്. ഇതിൽ നമ്മുടെ ഉണങ്ങിയ ചില്ലീസിൻ്റെ ഫ്ലെയിംസ് ഇട്ടിരിക്കുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിനൊപ്പം തന്നെ നമുക്ക് കഴിക്കാനായിട്ട് ചോറ് തരും. ചോറ് ചോപ്സ്റ്റിക്ക് കൊണ്ടെടുക്കൽ ഒരു കടമ്പയാണെങ്കിൽ പോലും നമ്മൾ പഠിച്ചിപ്പോൾ അത് പഠിച്ചിരിക്കുന്നു. ആദ്യം നമുക്ക് ചോപ്സ്റ്റിക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും, പിന്നീട് നമുക്ക് ചോപ്സ്റ്റിക്ക് വളരെ എളുപ്പവും. കാണില്ല, ചോപ്സ്റ്റിക്ക് കൊണ്ട് നമുക്ക് ചെറിയ ഒബ്ജക്റ്റുകൾ എടുക്കാൻ പറ്റുന്നുണ്ട്. ചോപ്സ്റ്റിക്കിൽ പഠിച്ചിരിക്കുന്നു. ഈ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എഗ്ഗ് വിത്ത് നമ്മളുടെ സ്പ്രിംഗ് ഒനിയൻ, പെപ്പർ, അങ്ങനെയുള്ള ഫുഡാണ്. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. നമ്മളെല്ലാ ഫുഡും ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫോട്ടോ നോക്കിയിട്ടാണ്. ഇത് ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചൈനക്കാർ ചോറ് കഴിക്കുന്നുണ്ട്. ഇത് നമ്മൾ നടന്നു പോയപ്പോൾ കണ്ട ഒരു ഫ്രൂട്ട്സ് ഇങ്ങനെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞാൽ ഇത്ര കിലോ ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാം, നമുക്ക് തരും. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. മറ്റുള്ള ഫുഡിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫുഡ് മാത്രം കുറച്ച്, അതായത് ഈ ഫ്രൂട്ട്സ് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നീട് നമ്മൾ പോയത് കബാബ് സ്റ്റോറിലോട്ടാണ്. കബാബ് പലതരത്തിലുള്ള കബാബ് നിരത്തി വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ കബാബുണ്ട്, പോർക്കിൻ്റെ കബാബുണ്ട്, ചിക്കനുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കബാബ്. നമുക്ക് കബാബ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൽ ഏതൊക്കെ സോസ് ഒഴിക്കണം, എന്തൊക്കെ ഫ്ലേവർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതെല്ലാം ചെയ്ത് നമുക്ക് തരും. ഈ 2 പിള്ളേരും വളരെ അടിപൊളിയായിട്ടാണ് പണിയെടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കൊക്കെ വെച്ച് ഒരു പാട്ടൊക്കെ വെച്ചിടണം, അതിനനുസരിച്ച് ഡാൻസൊക്കെ ചെയ്തുകൊണ്ട് പണിയെടുക്കുന്ന പിള്ളേരാണ്. അതായത് ആ ജോലി അവർ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിച്ചത് 2 സ്റ്റിക്ക് വാങ്ങിച്ചു. അതുപോലെ തന്നെ സീ ഫുഡുണ്ട്. ഇതൊക്കെ ഇരിക്കുന്ന സീ ഫുഡാണ്. ഇവർ
നീരാളിന് ഒരുപാട് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് മാത്രം എനിക്കറിയാം. ഇതിൻ്റെ പേര് സോങ്സോങ് ആണ്. ഇത് ചൈനയിലത്തെ ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ആ ടൈമിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് ഇത്. ഒരു അമ്മമ്മ അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരു വാഴയുടെ ഇലയിൽ റൈസും അതിൻ്റെ ഉള്ളിൽ പിന്നെ ബീഫ്, പിന്നെ അതിൻ്റെ ഉള്ളിലൊരു മുട്ട, പിന്നെ കുറച്ച് മസാല എല്ലാം വെച്ചിട്ട് അത് നേരെ പൊതിഞ്ഞിട്ട് ഒരു സ്റ്റഫ്ഡ് അട പോലെ. ബട്ട് അത് റൈസാണ്. ഇത് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത് ചൈനയിൽ ആകെ കിട്ടുന്നത് നമുക്ക് ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവൽ നടക്കുന്ന ടൈമിൽ മാത്രമാണ് ഈ ഫുഡ് ചൈന ഉണ്ടാക്കുന്നത്. ഞാൻ തിരിച്ചു പോരുന്ന ടൈമിൽ ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു, അവിടെ പരിചയപ്പെട്ട ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഈ ഫുഡ് എന്തായാലും ട്രൈ ചെയ്യണം, ഇത് ഈ ടൈമിൽ മാത്രം കിട്ടുന്ന ഒരു ഫുഡാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഒരുപാട് സ്ട്രീറ്റ് ഫുഡിലും ഇത് അവൈലബിൾ ആണ്. പിന്നെ ഇതിന് വേണ്ടി മാത്രം ചില ഷോപ്പുകളുണ്ട്. പിന്നെ കഴിച്ചൊരു ഫുഡാണ് ഇതും ഈ പറഞ്ഞ ഈ ഫുഡ്, ഇതിൻ്റെ പേര് കറക്റ്റ് ആയിട്ടില്ല. ഈ ഫുഡ് നമുക്ക് ബീഫിലും പോർക്കിലും അവൈലബിൾ ആണ്. ഇത് കൊണ്ടുവരുമ്പോഴും അടിയിൽ നമുക്ക് ഫ്ലെയിംസ് ഉണ്ടാവും. ഈ ഫ്ലെയിംസ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ നെയ്യിൽ ഈ ഫുഡ് വെന്തുകൊണ്ടിരിക്കും. ഇതിൽ നമുക്ക് കൊണ്ടുവരുമ്പോൾ എത്രത്തോളം മീറ്റ് ഉണ്ടോ അത്രത്തോളം തന്നെ അതിൽ പച്ചക്കറികളുണ്ടാവും. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു ബൗളിൽ നമുക്ക് ചോറും കൊണ്ടു നോക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്.